ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആ ഒരു സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് കാരന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കോണോട്ട് ഗ്രാമത്തിലാണ്. അപ്പോൾ ഇവിടെ ചന്ദ്രേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അവിടുത്തെ സ്പെഷ്യലൊക്കെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഞങ്ങളിവിടെ എത്തിപ്പെട്ടത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസ് കണ്ടിട്ടും യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഇവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യലൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തിക്കാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രേട്ടൻ്റെ ചായക്കട കുറച്ചുള്ളിലേക്കായിട്ടാണുള്ളത്. ഒരു ഇടുങ്ങിയൊരു വഴിയിലൂടെയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഈ വഴി കൂടെ നടക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ചന്ദ്രേട്ടൻ്റെ ചായക്കട. നമ്മുടെ പണ്ടത്തെ ടീ ഷോപ്പൊക്കെ ഇല്ലേ, ആ ഒരു സെറ്റപ്പിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഓല മേഞ്ഞിട്ടാണ് ഈ ചായക്കട ഉള്ളത്. പിന്നെ ഇവിടെ റേഡിയോയിൽ പാട്ടൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ. പിന്നെ ഇവിടേക്ക് അങ്ങനെ വണ്ടിയൊന്നും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ പുറത്ത് പാർക്ക് ചെയ്തിട്ട് വേണം നമ്മളിങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് കാണാൻ പറ്റും ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉള്ള ഒരു തിരക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ 1 മണി വരെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ഉണ്ട് കേട്ടോ. പിന്നെ 1 മണിക്ക് ശേഷം ഇവർ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യും. സാധാ ചോറുണ്ടല്ലോ, ചോറും മീൻ പൊരിച്ചതൊക്കെ. അപ്പോൾ രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൈപ്പത്തിരി. ട്രഡീഷണൽ രീതിയിലാണ് ഇവർ കൈപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കൈപ്പത്തിരി ഉണ്ട്, പിന്നെ കപ്പപ്പുഴുക്കുണ്ട്, പിന്നെ ഫിഷ് ഉണ്ട് കേട്ടോ. ഫിഷ് ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. പിന്നെ ഉച്ചയ്ക്ക് 1 മണി തൊട്ടിട്ട് ലഞ്ചും സ്റ്റാർട്ട് ചെയ്യും. ഈ അടുപ്പിലിരിക്കുന്നത് ചായ ആണ് കേട്ടോ. ചായയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആദ്യം ചന്ദ്രേട്ടന് ഇവിടെ ആയിരുന്നു കുക്കിംഗ് ഒക്കെ ചെയ്തിരുന്നത്. പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ കൂടിയെന്ന് കണ്ടപ്പോൾ ബാക്കിൽ വെച്ചിട്ടാണ് ഫുഡൊക്കെ കുക്കിംഗ് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. 20 വർഷത്തിന് മുകളിലായി ചന്ദ്രേട്ടൻ ഈ ചായക്കട നടത്താൻ തുടങ്ങിയിട്ട്. മൂപ്പരിക്ക് വേണമെങ്കിൽ ഇത് പൊളിച്ച് പണിത് പുതിയ സെറ്റപ്പിലേക്കൊക്കെ കൊണ്ടുവരാം. പക്ഷെ മൂപ്പരിപ്പോഴും ആ ഒരു പഴമ കാത്ത് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ചന്ദ്രേട്ടൻ. ഈ ചായ ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ ഇവരെല്ലാ ഫുഡും ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ് കേട്ടോ. ഗ്യാസ് സ്റ്റവ് ഇവിടെ യൂസ് ചെയ്യുന്നേ ഇല്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചായ ഇവർ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ഫുഡിന്. പിന്നെ ഇവരിവിടെ യൂസ് ചെയ്യുന്ന മസാലപ്പൊടികളും അതുപോലെ തന്നെ പത്തിരിപ്പൊടികളൊക്കെ ഇവർ തന്നെ ഇവിടെ കഴുകി ഉണക്കി വറുത്ത് പൊടിക്കുന്നതാണ് കേട്ടോ. പണ്ടത്തെ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇവരിത് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഫുഡിന് ഇത്രയും ഒരു ടേസ്റ്റ് ഉള്ളത് കേട്ടോ. പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇവർ വിറകടുപ്പിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു സ്ലോ പ്രോസസ്സിങ് ആണ് കേട്ടോ. ചൂടോട് കൂടിയിട്ടാണ് ഇവർ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത്. ഫിഷൊക്കെ നമ്മൾ പറയുമ്പോഴാണ് ഇവർ ആ ഒരു ചൂടോട് കൂടിയിട്ടാണ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ കാണുന്ന ഈ ഒരു ഷെഡിലാണ് ഇവർ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. കൈപ്പത്തിരി അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ടാണ് ഇവർ ഫിഷൊക്കെ കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കൈപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവർ തന്നെ വറുത്ത് ഉണക്കി കഴുകി പൊടിക്കുന്ന ആ ഒരു പൊടിയാണ് കേട്ടോ. പത്തിരിപ്പൊടിയാണ്. കൈ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇവരിങ്ങനെ വലിയൊരു ചെമ്പട്ടിയിൽ ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ ഓരോ ഉണ്ടകളായിട്ട് എടുത്തിട്ട് വാഴൻ്റെ ഇലയിൽ വെച്ചിട്ടാണ് കേട്ടോ അത് പ്രസ് ചെയ്തെടുക്കുന്നത് അവർ. കൈപ്പത്തിരി ഉണ്ടാക്കുന്ന വീടുകളൊക്കെ ഇപ്പോൾ കുറവാണ് കേട്ടോ. പണ്ടൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ ഇത്രയും ട്രഡീഷണലായ രീതിയിൽ ഉണ്ടാക്കുന്നവർ കുറവായിരിക്കും. കാരണം റെഡിമെയ്ഡ് പൊടി അതൊക്കെ വാങ്ങിയിട്ടൊക്കെ ഉണ്ടാവും ഉണ്ടാക്കുന്നത്. ഇവർ തന്നെ വറുത്ത് പൊടിച്ച് അതും വിറകടുപ്പിലാണ് ഇവർ കുക്ക് ചെയ്യുന്നത്. പണ്ടത്തെ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇവർ ഉണ്ടാക്കുന്നത്. പിന്നെ ഇവർ കൈപ്പത്തിരി ചുട്ടെടുക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലാണ് ഇവർ ചുട്ടെടുക്കുന്നത്. ഒരേ സമയം 4 ചട്ടികൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചേച്ചിയാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത്. ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൈപ്പത്തിരി. എന്നിട്ട് അതൊരു കാസറോളിലേക്കാണ് ഇവർ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഇവർ കൊടുന്ന് തരാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു പത്തിരിയാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും കോഴിക്കോടൊക്കെ വരാമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് സ്ഥലത്തുനിന്ന് ചന്ദ്രേട്ടൻ്റെ ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഒരുപാട് ദൂരത്തു നിന്നൊക്കെ.
ഉച്ചത്തേക്കുള്ള പായസമാണ് ഇവിടെ അടുപ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ മിൽമ പാലാണ് കേട്ടോ പായസത്തിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. ചന്ദ്രേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവരെല്ലാവരും എന്താ പറയുക സംസാരിച്ച് നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. മനസ്സറിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കുന്നവർക്ക് അതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് സത്യമാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇവിടുത്തെ കൈപ്പത്തിരി പോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള മറ്റൊരു സാധനമാണ് കപ്പപ്പുഴുക്ക് എന്ന് പറയുന്നത്. ഇവിടുത്തെ കപ്പപ്പുഴുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. അത്രയും ടേസ്റ്റാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ടേസ്റ്റുള്ളൊരു കപ്പപ്പുഴുക്ക് കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടമായി. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവരിവിടെ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ ചെറുപയറും അതുപോലെ തന്നെ പച്ചവായക്കൊക്കെ ഇട്ട് ഉടച്ചിട്ടാണ് ഇവിടുത്തെ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുന്നത്. പണ്ടത്തെ ഒരു രീതിയിലാണ് അത്ര ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടേസ്റ്റിൽ കഴിക്കുന്നത്. പിന്നെ ഇവിടെ ഉച്ചയ്ക്കും ഈ കപ്പപ്പുഴുക്ക് ഉണ്ടാവും. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഈ കപ്പപ്പുഴുക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഇവർ മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ചേച്ചി മീൻകറിയും സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഇവരിവിടെ മീനൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇവിടെ മീൻ എന്ന് പറയുന്നത് അയലുണ്ട്, ചെമ്പല്ലിയുണ്ട്, അയക്കോറുണ്ട്, ആവോലിയുണ്ട്, കേദറുണ്ട് കേട്ടോ. ബാക്കി അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് മീനിൻ്റെ പേര് അറിയില്ല കേട്ടോ. ഇവരിവിടെ കുക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വിറകടുപ്പിലാണ്, കല്ലിലാണ് കേട്ടോ ഇവർ ചുട്ടെടുക്കുന്നത്. അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. ഇവർ കല്ലിൽ തവാ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത്. ഈ ഭാഗത്തേക്ക് നമുക്ക് വരുമ്പോൾ തന്നെ പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളാണ്. കുറേ ഇവരിവിടെ മീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം ഇവരിങ്ങനെ കുക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഇവർ മസാല, ഇവരൊരു സ്പെഷ്യൽ മസാല ഉണ്ട്. ആ മസാലയിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ തരുന്നത്. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ മസാല. ഈ മസാലയും കുറച്ച് ചോറുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞങ്ങൾ ഒരു ദിവസം ഉച്ചയ്ക്ക് പോകണമെന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. ഇവിടുത്തെ ചോറൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ ഫിഷ് ഇതവർ ഓർഡർ അനുസരിച്ചിട്ട് ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അയലവിടെ കായം തേക്കുന്നുണ്ട് കേട്ടോ ഒരു ചേട്ടൻ. ഇത്രയും ഫേമസ് ആയിട്ട് പോലും ചന്ദ്രേട്ടന് ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. ഈ കട നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓലൊക്കെ മെയിനായിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് കേട്ടോ. പണ്ടത്തെ ടീ ഷോപ്പൊക്കെ ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. ചന്ദ്രേട്ടൻ ഇതാ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് പോകുന്ന ആളുകൾ ചന്ദ്രേട്ടന് വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഫുഡ് നന്നായതും അതൊക്കെയാണ് അവിടെ നിന്നിട്ട് അവർ സംസാരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഫിഷ് ഫ്രൈക്കായാലും ഫുഡിനായാലും ഒരുപാട് പ്രൈസൊന്നുമില്ല. വളരെ കുറഞ്ഞ രീതിയിലാണ് കേട്ടോ ഒരു പ്രൈസൊക്കെ ഇട്ടിട്ടുള്ളത് ഫുഡിന്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ സീറ്റൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. കുറച്ച് സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കാരണം ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വരുന്ന സമയത്ത്. അപ്പോൾ വായിൻ്റെ ഇലയിലാണ് ഇവിടുത്തെ ഫുഡൊക്കെ വിളമ്പുന്നത്. അപ്പോൾ ഈ കൊണ്ടുവന്നിട്ടുള്ളത് അയക്കൂറാണ് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് അയക്കൂറ ഫ്രൈ ചെയ്തതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇവർ ആദ്യം ഒന്ന് ഫിഷ് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഇവരുടെ സ്പെഷ്യൽ മസാലയിൽ ഒന്നും കൂടി ഡിപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. നല്ല ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ മീൻ പൊരിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല മസാല, നല്ല ടേസ്റ്റുള്ള മസാല. പിന്നെ ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കപ്പപ്പുഴുക്കാണ് കേട്ടോ. പിന്നെ ഹസ്ബൻഡ് കൈപ്പത്തിരിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് നന്നായിട്ട് തന്നെ കപ്പപ്പുഴുക്ക് ഇഷ്ടമായി. കപ്പപ്പുഴുക്കിൽ മീൻ കറിയും കൂടി ഒഴിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് അറിയുന്നത്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ അയക്കൂറ ഫ്രൈ ചെയ്തതൊക്കെ. നന്നായിട്ട് തന്നെ ഉള്ളൊക്കെ കുക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെറുതെ പറയുന്നതാണ്. പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ട്? അങ്ങനെ ഞാൻ കപ്പപ്പുഴുക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കൈപ്പത്തിരി ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൈപ്പത്തിരി 2 ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ്.
പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ട്രൈ ചെയ്യാണ്ട് വിട്ടുപോയൊരു സാധനം എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. ഇവിടുത്തെ ചിക്കൻ കറി വളരെ ഫേമസ് ആണെന്നാണ് പറയുന്നത്. എല്ലാവരും കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എനിക്ക് ചിക്കൻ കറി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങളൊക്കെ പോകുന്ന സമയത്ത് ചിക്കൻ കറി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അടുത്ത പ്രാവശ്യം പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ചിക്കൻ കറിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൈപ്പത്തിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളത് കേദറാണ് കേട്ടോ. കേദർ ഫ്രൈ ചെയ്തതാണ്. കൈപ്പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആ മീനിൻ്റെ കായത്തിലൊക്കെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മീൻ കറി ഉണ്ടല്ലോ, ഈ മീൻ കറി നല്ലോണം ഒഴിച്ചിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് ഈ കൈപ്പത്തിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് ട്രൈ ചെയ്യണം കേട്ടോ.